നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഈ ലൈറ്റ് വന്ന് എൻ്റെ മേൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളുടെ റെറ്റിനയിൽ പോയി അവിടെ നിന്ന് ഒപ്റ്റിക്കൽ നെർവ് വഴി ബ്രെയിനിൽ പോയി ബ്രെയിനിലാണ് നിങ്ങൾ എന്നെ വിഷ്വലൈസ് ചെയ്യുന്നത്. അത് ഏത് വസ്തു അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ ലൈറ്റ് വന്ന് ഈ ഒരു വസ്തുവിനെ തട്ടി ആ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിൽ പോയി ആ റെറ്റിനയിൽ നിന്ന് ബ്രെയിനിൽ പോകുന്നു. അങ്ങനെ ബ്രെയിനിലാണ് എല്ലാ വിഷ്വലൈസും, എല്ലാ സെൻസും, ഓഡിറ്ററി ആയാലും എല്ലാ സെൻസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നതും ബ്രെയിനാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് ഈ ലൈറ്റ് വന്ന് ഈ ബോഡിയുമേ ആ വസ്തുവുമേ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്, അല്ലേ? ഇപ്പം എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. അങ്ങനെ ആറ്റത്തുമ്പോൾ ലൈറ്റ് വന്ന് തട്ടിയിട്ട്, പ്രകാശം വന്ന് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഷേപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പ്രേതം, ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞ ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആണോ? ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഗോസ്റ്റിന് എന്താ പ്രത്യേകത? ഗോസ്റ്റ് അപ്പിയർ ആവും, ഡിസപ്പിയർ ആവും. ദാറ്റ് മീൻസ് ആറ്റംസ് അപ്പിയർ ആകുന്നു, ഡിസപ്പിയർ ആകുന്നു. അത് സയൻറ്റിഫിക്കലി പോസിബിൾ ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അത് സയൻറ്റിഫിക്കലി പോസിബിൾ അല്ല. കാരണം എന്താ? അത് സയൻസിൻ്റെ തന്നെ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നു. അതെന്താണ്? ദ കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. നമുക്ക് മാസിനോ എനർജീനെയോ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ആ ഒരു ഫണ്ടമെൻ്റൽ സയൻസ് പ്രിൻസിപ്പിളിനെ ഇവിടെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ഗോസ്റ്റ് ആർ നോട്ട് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ ഗോസ്റ്റിന് ഷേപ്പില്ല, ഗോസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഈ സയൻസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ടൂൾ തന്നെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഈ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഹോളി ഗോസ്റ്റിന് ഷേപ്പ് ഉണ്ടോ? നിങ്ങൾ എത്ര പേര് ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 1 2 3. ഓക്കെ, ഞാൻ പറയുന്നത് ഇതേ ടൂൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഹോളി ഗോസ്റ്റിന് ഷേപ്പ് ഉണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രാവ് ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് ആണോ? ഷേപ്പ് ഉണ്ടെങ്കിൽ ആറ്റംസ് കൊണ്ടായിരിക്കും മേഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ ടൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതും ഫണ്ടമെൻ്റൽ സയൻസ് ലോനെ വയലേറ്റ് ചെയ്യുന്നു. അതായത് ഈ കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മാസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഹോളി സ്പിരിറ്റ് ആറ്റംസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും സയൻറ്റിഫിക്കലി ദ ഹോളി ഗോസ്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതാണ് സയൻസ് പറയാനായിട്ടുള്ള, സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാം.